മക്കളെ ഇതിനെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് ആക്കാൻ പറ്റുമോ? നമ്മൾ മധുരം വെപ്പിന് വന്നതാണ് കേട്ടോ. ഫോട്ടോ എടുക്കാം. നൈറ്റ് ഇട്ട് മധുരം വെപ്പിന് വന്ന ആദ്യത്തെ വ്യക്തി. അതാണ് മധുരം വെപ്പിന് ഒരുങ്ങി വന്ന വ്യക്തികൾ. ചേച്ചി ഇത് സെറ്റ് മുണ്ടാടി, സെറ്റ് മുണ്ടാടി, ഇത് സെറ്റ് മുണ്ടല്ലേ? 250 രൂപയുടെ ഒന്നും ഞാൻ കണ്ടില്ല. അല്ല 400 സംതിങ് എവിടെയോ എനിക്കറിഞ്ഞൂടെ, ഇവിടെ ഒരു കുഞ്ഞു അഴുക്ക് കൊള്ളാം അല്ലേ? 250 രൂപ. ഒരാള് രാവിലെ ഒരുങ്ങി ചേച്ചി വന്ന് ഇറങ്ങിയ ചന്ത അങ്ങനെ നമ്മുടെ മധുരം വയ്പ്പിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകമാണ് നമ്മുടെ മധുരം വയ്പ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അല്ല, എൻ്റെ അനിയത്തിയുടെയാണ്. അപ്പോൾ ഇന്ന് തന്നെ മാക്സിമം എനിക്ക് വീഡിയോ ഇടണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുപോലെ എനിക്ക് മാക്സിമം ഇടാൻ പറ്റിയാൽ അത്രയും നല്ലതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ അതിനിടയിൽ ആൻറ്റി ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കാരണം ഇന്നാണ് ഒരുപാട് നാളുകളിന് ശേഷം എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു ദിവസവും കൂടെ ആയതുകൊണ്ട് അതിന് ഭയങ്കര പ്രത്യേകതയും ഉണ്ട്, ഭയങ്കര സ്പെഷ്യാലിറ്റിയും എല്ലാം ഉള്ളൊരു ഡേ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നതിന് ഇടയിൽ തന്നെ നമ്മുടെ കല്യാണ പെണ്ണ് എത്താറായിട്ടുണ്ട്. അപ്പോൾ കല്യാണ പെണ്ണ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ തകൃതിയായിട്ട് തന്നെ എല്ലാ ഒരുക്കങ്ങളും ഉടനെ തന്നെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ചടങ്ങുകളും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. എന്തൊക്കെയാണ് ചടങ്ങുകളെന്നൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. നല്ല അടിപൊളിയൊക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ ഏറ്റവും എന്താ പറയുക, എല്ലാവരും കൂടെ ആയിട്ട് അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ ഈ ഒരു മധുരം വയ്പ്പിന് രണ്ടുപേർക്ക് മെയിനായിട്ട് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. കാരണം അവർ ഈവനിങ് റിസപ്ഷന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ദുബായിലുള്ള ഞങ്ങളുടെ കസിനെ പിക്ക് ചെയ്യാനായിട്ട് പുള്ളിക്കാരുടെ സഹോദരി പോയിരിക്കുകയാണ്. അപ്പോൾ അവരെ രണ്ടുപേരെ നമ്മൾ ഒരുപാട് ഈ ഒരു ചടങ്ങിൽ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവനിങ് നമ്മൾ കുറച്ചുകൂടെ കളറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതിനിടയിൽ നമ്മൾ എന്തൊക്കെയോ തമാശകളൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബെസ്റ്റ് മൊമെൻറ്റ്സ് എന്നൊക്കെ പറയാം. അതിലൊരു ഇതാണ് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന ഓരോരോ അവസരങ്ങളാണ് ഇതൊക്കെ. അത് നമ്മൾ മാക്സിമം നമ്മൾ ചിലപ്പോൾ മടി കാരണം നമുക്ക് ഒന്നിനും എന്തിനാ വെറുതെ പോണത്, എന്തിന് കുറച്ച് നേരമൊക്കെ നിന്നാൽ മതി എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ നമ്മൾ കളയുന്ന ടൈമായിരിക്കും നമുക്ക് അത്രയും മോസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര ഒരു രസമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ മിസ് ചെയ്യാതെ തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ അത്രയും ഹാപ്പി ആയിരിക്കും, നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അത് അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ. വീണ്ടും വീണ്ടും എനിക്ക് പറയുന്നത് അത്രയും ഞാൻ എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ.
അതെത്ര 400 മീറ്റർ അല്ലേ ഓടി വിജയിച്ച്. പേരെന്താ? ആ രൂപ. രൂപയ്ക്ക് കിട്ടിയ സമ്മാനങ്ങളാണേ. പറഞ്ഞോ. ആ ഇത് പ്രസംഗ വേഷത്തിന് സെക്കൻഡ്, പിന്നെ ഇത് കിട്ടിയ ചായ കിട്ടി, രാവിലത്തെ ചായ. എന്നിട്ട് തിരിച്ചതുപോലെ കൊണ്ടുവയ്ക്കാം. ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടി അണ്ണന്റെ ഒറിജിനൽ ചെടിയൊക്കെ അടത്ത് അവിടെ കൊണ്ട് വെക്കുകയാണ്. ഓടി വരൂ, ഓടി വരൂ. ഞാൻ ഇട്ടില്ല. അയ്യേ, സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും. ഞാൻ ബ്രൂട്ടീഷൻ ചെയ്യാറില്ല. ബ്രൂട്ടീഷൻ ചെയ്ത് എനിക്ക് പരിചയമില്ല. കണ്ട കണ്ട ഇതുവല്ല കണ്ട. കെട്ടും പാട്ടും ഒക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമ്മളൊക്കെ ആദ്യം കഴിഞ്ഞു, നമ്മുടെയൊക്കെ വീഡിയോ എല്ലാം കഴിഞ്ഞു. എടാ എങ്ങനെയുണ്ട് കൊള്ളൂലേ? ഇതെല്ലാം ഇതൊക്കെ അണ്ണന്റെ ഐഡിയ ആണ് ഇതെല്ലാം. അപ്പോൾ നമ്മുടെ ചടങ്ങുകളൊക്കെ തുടങ്ങാനുള്ള ടൈമായി. അപ്പോൾ നമ്മുടെ കല്യാണ പെണ്ണ് വന്നിട്ടുണ്ട്. മധുരം വൈപ്പിനുള്ള സാരിയൊക്കെ നമ്മൾ പ്ലീറ്റ് എടുക്കുകയാണ്. അപ്പോൾ പ്ലീറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണല്ലോ, പെട്ടെന്ന് എടുത്ത് കൊടുക്കാമെന്നുള്ള ഇതിൽ പെട്ടെന്ന് പ്ലീറ്റൊക്കെ എടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആൻറ്റി കൊണ്ടുവരും കേട്ടോ. അതിൻ്റെ പിന്നാലെ ആൻറ്റി കൊണ്ടുവരും. ബാക്കി നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഇനിയും എത്താനായിട്ടുണ്ട്, കസിൻസൊക്കെ എത്താനായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യണം. അതിനിടയിൽ നമ്മുടെ അപർണ, അതായത് നമ്മുടെ ചിന്നു, സൗമ്യ ചേച്ചി രണ്ടുപേരെയും മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും എന്തായാലും ഈ ഒരു ചടങ്ങിന് ഇപ്പോൾ എത്താൻ പറ്റത്തില്ല, പക്ഷേ ഈവനിങ് അവർ കാണും കേട്ടോ. അപ്പോൾ കല്യാണ പെണ്ണ് ഒരുങ്ങി ഇറങ്ങുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സുന്ദരി മണിയായി ഒരുങ്ങുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് അവളെ ഒരുക്കി ഇറക്കിയിട്ടുണ്ട്. നല്ല മാട്ടിയൊക്കെ വെച്ച് നല്ല സുന്ദരിയായിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുങ്ങി കേട്ടോ. നമ്മളെല്ലാവരും സാരിയൊക്കെ ഉടുത്തു. ഞാൻ ഈ ഓറഞ്ചാണ് ഉടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ കല്യാണ പെണ്ണിൻ്റെ അനിയത്തിക്കുട്ടി ഉടുത്തിരിക്കുന്നത് വയലറ്റ് ഷെയ്ഡാണ്. അതിൽ സാരി നേരിയതൊക്കെ വന്നിട്ട് നല്ല ചുന്ദരി പെണ്ണായിട്ടുണ്ട്. നമുക്ക് കണ്ണ് വയ്ക്കാതിരിക്കട്ടെ. എന്തായാലും അവൾ ദീർഘസുമംഗലിയായിട്ട് ഒരുപാട് വർഷം നല്ല സന്തോഷത്തോടു കൂടിയും നല്ല സമൃദ്ധിയോടു കൂടിയും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ഉണ്ടാവട്ടെ എന്ന് ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇനി ഇവളും കൂടെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ ഒരു ഗ്യാങ്ങിലുള്ള ഒരു കല്യാണം എന്ന് പറഞ്ഞത് അത് ഇവളുടെ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അതെങ്ങനെ എനിക്ക് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നമ്മുടെ കല്യാണ പെണ്ണ് മധുരം വൈപ്പിന് റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ ചടങ്ങ് തുടങ്ങാനായിട്ട് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ.
അങ്ങനെ മധുരം വയ്പ്പിൻ്റെ എല്ലാ ഇതും തുടങ്ങി. മധുരമൊക്കെ ഇങ്ങനെ വച്ചതിന് ശേഷം നമ്മൾ അച്ഛൻ, അമ്മ, എന്നിട്ട് സഹോദരൻ, പിന്നെ അതിനുശേഷം ബന്ധുക്കൾ. അപ്പോൾ അവരെല്ലാവരും ഒരു കുറച്ച് സ്വീറ്റ്സ് ആയിട്ട് അവൾക്ക് കൊടുക്കുന്നു. അതോടെ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നു. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിരിയുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇന്ന് ആ ഒരു ചടങ്ങ് നടന്നു. അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോ സെക്ഷനൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വ്ളോഗാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു മുഹൂർത്തങ്ങളൊക്കെ വളരെ കുറച്ചൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് മാക്സിമം എല്ലാവരും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഓൾ.